ഹലോ ഗൈസ്, ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഐറ്റം സുസുക്കി ഹയബൂസയുടെ എഞ്ചിൻ സ്വാപ്പ്. ഹയബൂസയുടെ എഞ്ചിൻ എടുത്ത് ഒരു വണ്ടിയിൽ മാത്രമല്ല ഒരുപാട് വണ്ടികളിൽ വെച്ച കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കുഞ്ഞ് എഞ്ചിന്റെ പെർഫോമൻസ്, അതുകൂടാതെ സ്മൂത്ത് ഡെലിവറി, റിലയബിലിറ്റി, ട്യൂണിംഗ് പൊട്ടൻഷ്യൽ, ലൈറ്റ് വെയിറ്റ് ഡിസൈൻ, കൂടാതെ മാസീവ് പവർ ഒക്കെ കൊണ്ടാവണം ഈ ഒരു ഇൻലൈൻ 4 സിലിണ്ടർ DOHC 195 ഹോഴ്സ് പവർ വരുന്ന 6 സ്പീഡ് ട്രാൻസ്മിഷനോടുകൂടി ഇറങ്ങിയ 0 to 100 അണ്ടർ 3 സെക്കൻഡിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിൻ ഒരുപാട് പേര് സ്വാപ്പിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ബൈക്കിന്റെ എഞ്ചിൻ എടുത്ത് ഇത്രമാത്രം വണ്ടികളിൽ സ്വാപ്പ് ചെയ്ത് വെച്ചെന്നുള്ള ചരിത്രം ഒരുപക്ഷെ ഒക്കെ മാത്രം സ്വന്തമായിരിക്കും. ഹയബൂസയുടെ എഞ്ചിന് വെച്ച ഗോകാർട്ട് ഉണ്ട്, ജെറ്റ്സ്കി ഉണ്ട്, സ്മോൾ സ്മാർട്ട് കാർ ഉണ്ട്, പിന്നെ മസ്തയുടെ മിയാറ്റ എന്ന് പറഞ്ഞൊരു മോഡൽ വെച്ചിട്ടുണ്ട്, ഫോക്സ് വാഗന്റെ ഗോൾഫിൽ വെച്ചിട്ടുണ്ട്, മിനി കൂപ്പറിൽ വെച്ചിട്ടുണ്ട്, ടൊയോട്ടയുടെ സ്റ്റാർലെറ്റ്, സുസുക്കി കാപ്പച്ചീനോ, കൂടാതെ ഫിയറ്റ് 500 വെച്ചിട്ടുണ്ട്. പിന്നെ മിനി വാനിൽ ഇന്ത്യയിലേക്ക് വരുമ്പം ടാറ്റ നാനോയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു പ്യാജോയുടെ ആപ്പ് എന്ന് പറയുന്ന ഓട്ടോയിൽ പോലും ഈ സുസുക്കി ഹയബൂസയുടെ എഞ്ചിന് വെച്ചിട്ടുണ്ട്. 2001 സുസുക്കി തന്നെ ഒരു കാർ ഈ ഒരു എഞ്ചിന് വെച്ചിട്ട് ഇറക്കിയിരുന്നു. സുസുക്കി GSX R4 എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കാർ ആയിരുന്നു. പ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് കാർ ഉണ്ടാക്കിയിരുന്നു. അതും ചിലപ്പോൾ ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ബൈക്കിന്റെ എഞ്ചിൻ ഡിസൈൻ ചെയ്ത കമ്പനിയാണ് അത് കാറിലും വെച്ച് ഒരു കോൺസെപ്റ്റ് കാർ ഇറക്കിയത്. അതുകൂടാതെ വിമാനത്തിൽ വെക്കാൻ വരെ പ്ലാൻ ഉണ്ടായിരുന്നു. ബുഗാട്ടി മോഡലായ അണ്ടർ എയർ റേസർ എന്ന് പറഞ്ഞൊരു വിമാനത്തിൽ ട്വിൻ സുസുക്കി ഹയബൂസ എഞ്ചിൻ വെക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതെ, വിമാനത്തിൽ വെക്കാൻ പോലും ശ്രമിച്ച ഒരു എഞ്ചിനാണ് ഹയബൂസയുടെ എഞ്ചിൻ. ഹയബൂസയുടെ തന്നെ ഒരു എഞ്ചിനല്ല, 2 എഞ്ചിൻ ഒരുമിച്ച് വെച്ച് V8 കോൺഫിഗറേഷൻ ആക്കിയ ചരിത്രം പോലും ഉണ്ട്. രൂപമാറ്റം വരുത്തി 2004 മൈക്ക് അക്കാട്ടിഫ് എന്ന് പറഞ്ഞൊരു പുള്ളി ഒരു ലാൻഡ് സ്പീഡ് റെക്കോർഡ് നേടി. ഹയബൂസയുടെ എഞ്ചിൻ വെച്ചിട്ടാണ് 483 km/h എന്നുള്ള റെക്കോർഡായിരുന്നു ആദ്യം ഉണ്ടാക്കിയത്. ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞ സ്ട്രീം ലൈൻഡ് ഒരു മോട്ടോർ സൈക്കിളാണ് അവർ ഉണ്ടാക്കിയത്. പിന്നീട് അവർ 2006 552 km/h ഓടിച്ച് പഴയ റെക്കോർഡിനെ ഭേദിച്ച് പുതിയൊരു റെക്കോർഡ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 2008 വീണ്ടും ഒരു റെക്കോർഡ് നേടി 581 km/h. പിന്നീട് UK റാഡിക്കൽ സ്പോർട്സ് കാർ എന്ന് പറഞ്ഞ ടീം ഹയബൂസയുടെ എഞ്ചിന് വെച്ച് അത് ഇൻസ്റ്റോക്ക് ആയിട്ട് ഒരു SR1 പേരുള്ള ഒരു എൻട്രി ലെവൽ റേസ് കാർ ഉണ്ടാക്കി. അതുകൂടാതെ അവർ തന്നെ 2.8 ലിറ്റർ V8 എഞ്ചിൻ ഉണ്ടാക്കി. ഇതേ സുസുക്കി ഹയബൂസയുടെ എഞ്ചിന് വെച്ചിട്ട് തന്നെ സിലിണ്ടർ ഹെഡ് മെയ്റ്റ് ചെയ്താണ് അങ്ങനെ ഒരു എഞ്ചിൻ ഉണ്ടാക്കിയത്. തീർന്നില്ല, ഇനിയും ഉണ്ട്. ജോൺ ഹാർലി എന്ന് പറഞ്ഞ ഒരു പുള്ളി UK 75 ഡിഗ്രിയോടുകൂടി ഒരു V8 എഞ്ചിൻ ഉണ്ടാക്കി. 400 ഹോഴ്സ് പവർ, 332 ന്യൂട്രൺ ടോർക്ക് തരുന്ന ഒരു എഞ്ചിന്. അത് 2 ഹയബൂസ എഞ്ചിനാണ് യൂസ് ചെയ്തിരുന്നത്. സ്മാർട്ട് ബൂസ എന്ന് പറഞ്ഞൊരു കമ്പനി കൺവേർഷൻ കിറ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ തുടങ്ങി. തായ്വാനിലെത്തിയപ്പോൾ അവർ ബീറ്റ ബൂസ എന്ന പേരുള്ള ഒരു റേസിംഗ് കാർ തന്നെ ഉണ്ടാക്കി. ബെസ്റ്റ് റേസിംഗ് കാർ ടീംസ് ആയിരുന്നു ഇതിന്റെ പിന്നിൽ. കഴിഞ്ഞില്ല, ഇനിയും ഉണ്ട് പറയാൻ. ഹൈ പവർ ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് തന്നെ സിംഗിൾ സീറ്റർ ബ്രിട്ടീഷ് ഹിൽ ക്ലൈംബ് ചാമ്പ്യൻഷിപ്പിൽ ഹയബൂസയുടെ എഞ്ചിൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഹയബൂസയുടെ ടാങ്കിൽ കിടന്നിട്ട് പോകുന്നതിനേക്കാൾ ബെറ്റർ നിവർന്നിരുന്ന് യാത്ര ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചായിരിക്കണം ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു സാഹസികതക്ക് മുതിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.